الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയ സഹോദരന്മാരെ, വിശുദ്ധ റമദാൻ 18 എത്തി നിൽക്കുകയാണ്. ഏതാണ്ട് 2 ഭാഗം നമ്മോട് യാത്ര പറയാറായി. സർവശക്തനായ അള്ളാഹു ഈ വിശുദ്ധ മാസം കൊണ്ട് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പുകളും ഈ റമദാനിൽ നാം ചെയ്യുന്ന എല്ലാ ആരാധനകളും പ്രതിഫലം ഒട്ടുമേ നഷ്ടപ്പെടാതെ ഇഖ്ലാസുള്ള കർമ്മങ്ങളായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റമദാനുമായി ബന്ധപ്പെട്ട നസീഹത്താണ് ഈ സന്ദർഭത്തിൽ നമ്മൾ നൽകുന്നത്. സ്വഭാവവുമായി ബന്ധപ്പെട്ടാണ് ഏതാനും ചില കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സൽസ്വഭാവികളായി തീരുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായി മാറേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ നാളെ പരലോകത്ത് ഒരു വിശ്വാസിയുടെ മീസാനിന് ഏറ്റവും കനം നൽകുന്ന വസ്തു നമുക്കറിയാമല്ലോ. മീസാനിലെ കനത്തിനനുസരിച്ചിട്ടാണ് പരലോകത്ത് നമുക്ക് ഈശത്തുറാളിയ അഥവാ ഏറ്റവും സന്തോഷദായകമായ ജീവിതം ഉണ്ടാകുന്നത്. നമ്മുടെ ത്രാസിൻ്റെ ആ കനത്തിന് അനുസരിച്ചിട്ടാണ്, നമുക്കതറിയാം. ഫഅമ്മാമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിൻ റാളിയ. അതാണ് ആ കാര്യം. അപ്പോൾ നാളെ പരലോകത്തൊരു മുഅ്മിനിന്റെ അഫ്ഖലു ഫി മീസാനിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ മീസാനിൽ ഏറ്റവും കനം നൽകുന്ന വസ്തു ഏതാണ് എന്നതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവമാണ് എന്നാണ്. ഒരു മനുഷ്യൻ്റെ ഈമാനിൻ്റെ കമാലിയത്ത്, ഈമാൻ പരിപൂർണമാകുന്നത് തന്നെ ഒരു വ്യക്തി സൽസ്വഭാവി ആയിരിക്കുമ്പോഴാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം മറ്റൊന്നുമല്ല, അള്ളാഹുവിൻ്റെ ദൂതർ എന്താണ് അക്സറുമാ യുദ്ഖിലുന്നാസ അൽ ജന്ന എന്നാണ്. ഒരു മനുഷ്യരെ ഏറ്റവും കൂടുതലായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മറുപടിയിൽ ഒന്ന് ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം എന്ന, മറ്റൊന്ന് തഖ്വയാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ നരകപ്രവേശനത്തിന് വിധേയമാക്കുന്ന കാര്യം, അല്ലെങ്കിൽ നരകത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുന്ന കാര്യങ്ങൾ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന 2 കാര്യങ്ങൾ, ഒന്ന് അൽ ഫമു, മറ്റൊന്ന് വൽ ഫർജു എന്നാണ്. അഥവാ നമ്മുടെ ഫമ് എന്ന് പറഞ്ഞാൽ വായ, നാവാണ് ഉദ്ദേശം. അതുപോലെ തന്നെ ഗുഹ്യസ്ഥാനവുമാണ്. പലപ്പോഴും നമ്മുടെ സംസാരമാണ് നമ്മുടെ വ്യക്തിത്വത്തെ, സ്വഭാവത്തെ അടയാളപ്പെടുത്തും. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, ഏത് വിധത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നു, അത് എത്രത്തോളം അലിവും ആർദ്രതയും സമാധാനവും നൽകുന്നതാണ്. ഇതൊക്കെ ആ സംസാരത്തിലെ വാക്കുകളുണ്ടാകും. പലപ്പോഴും മനുഷ്യൻ്റെ ഒരു വാക്കായിരിക്കും അദ്ദേഹത്തെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിപ്പിക്കുന്നതും മതിപ്പ് നഷ്ടപ്പെടുത്തുന്നതും എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ വാക്ക് തരംതാണതാകുമ്പോൾ, ഒരു മനുഷ്യൻ്റെ വർത്താനം അശ്ലീലമാകുമ്പോൾ, നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ അത് പറഞ്ഞതാണ്, ഇന്നല്ലാഹ യുബ്ഗിദുൽ ഫാഹിഷ അദ്ദബിയ്യ എന്നാണ്, ക്ഷമിക്കണം, അൽ ബദിയ്യ. ഇന്നല്ലാഹ യുബ്ഗിദു അൽ ഫാഹിഷ അൽ ബദിയ്യ, ഏറ്റവും തരംതാണ വർത്തമാനം പറയുന്ന അല്ലെങ്കിൽ അശ്ലീലമായ രീതിയിൽ സംസാരിക്കുന്ന മനുഷ്യനോട് അള്ളാഹു തആല കോപിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ മാതൃകയാക്കേണ്ടത് ജീവിതത്തിൽ നമ്മുടെ റസൂലിനെയാണല്ലോ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞത് അലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ വല മുതഫഹിഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ നബി ഒരിക്കലും ഒരു ഫാഹിഷല്ല, അശ്ലീലമായി അനാവശ്യമായിട്ട് തരംതാണ വിധം, ജനങ്ങളെ വേദനിപ്പിക്കും വിധം, മറ്റുള്ളവരെ കുത്തി നോവിപ്പിക്കും വിധം വർത്തമാനം പറയുന്ന ഒരു സ്വഭാവമേ അള്ളാഹുവിൻ്റെ റസൂലിനില്ല. എന്ന് മാത്രമല്ല, ആ രീതിയിലുള്ള പ്രവർത്തന ശൈലി മുതഫഹിഷുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാക്കിനെ അനുസരിച്ചിട്ടുള്ള പ്രവർത്തനവും അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് സ്വഭാവം ഏറ്റവും, ഈ സ്വഭാവം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ
കാണുന്നവരോട് മാത്രം നല്ല സ്വഭാവമുള്ളവരായി മാറുക, വീട്ടിലും കുടുംബത്തിലൊക്കെ വളരെ വളരെ സ്വഭാവ പരുക്കനായി, അങ്ങനെ എത്രയോ ആളുകളുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ സൗഹൃദ വലയത്തിൽ അല്ലെങ്കിൽ സംഘടനാ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്തൊക്കെ വെള്ളയൊക്കെ കൊടുത്തിട്ട് ധരിച്ച് നല്ല മാന്യന്മാരായി നടക്കുന്ന പല മനുഷ്യന്മാരും സ്വന്തം വീട്ടിൽ അവരെക്കാൾ ചീത്ത വേറെ ആരും ഉണ്ടാവുകയില്ല. കാരണം ഭാര്യയോട്, മക്കളോട്, മാതാപിതാക്കളോട്, കുടുംബ ബന്ധുക്കളോട് നല്ല രീതിയിൽ പെരുമാറാത്ത, പ്രത്യേകിച്ച് സ്വന്തത്തിൽ നല്ല ഇടപെടൽ നടത്താത്ത എത്രയോ മനുഷ്യന്മാർ. അതുകൊണ്ടാണല്ലോ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കുന്നത്. എന്നാൽ ഒരു പുരുഷൻ്റെ സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും യോഗ്യയായ ആള്, അത് ആ പുരുഷൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പാതി എന്ന് പറയാൻ കഴിയുന്ന ഭാര്യയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മറുപടി എന്താ? കാന ഖുലുഖുഹു അൽ ഖുർആൻ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? അത് വിശുദ്ധ ഖുർആനാണ്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ പ്രാവർത്തികമായ രൂപമാണ് എന്ന് കൃത്യമായി അടയാളപ്പെടുത്താൻ സ്വന്തം പത്നിക്ക് സാധിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വീട്ടിലെ ഇടപെടലാണ്. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കളോടും ഭാര്യ മക്കളോടും സമൂഹത്തിൽ മാത്രമല്ല, ഇനി സമൂഹത്തിൽ തന്നെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ വളരെ പെട്ടെന്ന് ഈ സംഘടനാ രംഗത്ത് തർക്കങ്ങൾ വരുന്നത്, കുഴപ്പങ്ങൾ വരുന്നത്, ആളുകൾ അകന്നു പോകുന്നത് പെരുമാറ്റത്തിലും സംസാരത്തിലും വരുന്ന പാകപ്പിഴവുകളാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മനുഷ്യന്മാരെ കൂടുതലേക്ക്, നിങ്ങൾ നോക്കൂ, നരകത്തിലേക്ക് അടുപ്പിക്കുന്ന ഒന്ന് വായി നാവാണെന്ന് പറയുന്നത് അതാണ്. ഛിദ്രതയുണ്ടാക്കാൻ, നല്ല സാമൂഹ്യ രംഗത്ത് ആളുകൾ മാറിപ്പോകാനൊക്കെ കാരണം ഈ വർത്താനം നന്നാക്കണം. ഏറ്റവും നല്ല വാക്കുകൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിന് ഫലപ്രദമായിട്ടുള്ള അനുയോജ്യമായ വാക്കുകൾ തിരഞ്ഞെടുത്ത് സംസാരിക്കണം. കാരണം എൻ്റെ ഒരു വാക്കുകൊണ്ട് മറ്റുള്ളവനൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഇതാണ് നമ്മൾ അറിയുക. അത് സ്വഭാവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതവർക്ക് ലഭിക്കുന്ന മഹത്വം എന്താണെന്നറിയോ? ദറജത്ത സ്വാഇമിൽ ഖായിം എന്നാണ്. നല്ലൊരു സ്വഭാവം മനുഷ്യനുണ്ടെങ്കിൽ നിങ്ങളറിയോ, അവർക്ക് ലഭിക്കുന്ന പദവി പകൽ നോമ്പ് നോൽക്കുന്ന, നിന്ന് നമസ്കരിക്കുന്ന മഹത്തുക്കളുടെ മഹത്തായ പദവിയിലേക്ക് അവർ ഉയർത്തപ്പെടുന്നു എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു, നാളെ മഹ്ശറയിൽ നോക്കൂ, ഞാനുമായി ഏറ്റവും അടുത്തവർ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ ആരാണ്? നാളെ മഹ്ശറയിൽ ഞാനുമായി ഏറ്റവും അടുത്തവർ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ, അത് സൽസ്വഭാവികളാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാളെ മഹ്ശറയിൽ എനിക്ക് ഏറ്റവും കോപമുള്ളവർ, എനിക്ക് വെറുപ്പുള്ളവർ, ഞാനുമായി ഏറ്റവും അകന്നു നിൽക്കുന്നവർ, അവർ സർസാറൂന മുതശദ്ദിഖൂന മുതഫൈഹിഖൂന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാരാ? സർസാറൂൻ, വായാടികൾ, വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെപ്പോഴും വർത്താനം തുടങ്ങിയ പെട്ടെന്ന് അവസാനിപ്പിക്കണം. കാരണം നമ്മുടെ സംസാരം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായി വരരുത്. പലർക്കും സംസാരം കൊണ്ട് അരോചകമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ വായാടികൾ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനും അനാവശ്യത്തിനും സംസാരിക്കുക, സ്ഥാനത്തും അസ്ഥാനത്തും സംസാരിക്കുക. ഒരു വർത്തമാനം പറഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ അതിൻ്റെ തഫ്സീർ, അല്ലേ? ഒരാളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സംസാരം മധ്യ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ ഒരു തഫ്സീർ, അയാളിങ്ങനെ എവിടെയാ ഇതാണ് ഇങ്ങനെ പറയും. അപ്പോൾ അയാളുമായിട്ട് ബന്ധപ്പെട്ട് വേറെ വസ്തു, അത് ഇങ്ങനെ പറഞ്ഞിട്ട് വർത്തമാനം കൂട്ടി വെറുതെ ആളുകളെ സ്വീപ്പാക്കുന്ന വിധത്തിൽ വായാടിത്തരം, അല്ലേ? അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടമില്ലാത്ത രീതിയാണത്. രണ്ടാമത്തെ തരാണ് മുതശദ്ദിഖൂനാണ് എന്ന് പറഞ്ഞാൽ ആത്മപ്രശംസ നടത്തുക. കേട്ടോ, ഒരു 10 വാക്ക് പറയുമ്പോൾ 5 വർത്താനം പറയുമ്പോൾ ഉണ്ടല്ലോ, 5 വാക്ക് പറയുമ്പോൾ അതിൽ 3 വാക്ക് അവനെ പുകഴ്ത്താനായിരിക്കും. മനസ്സിലായില്ലേ? അവൻ്റെ മഹത്വം, സ്വന്തം മഹത്വം, ഞാനിവിടെ, ഇവിടെ അത്, ഇന്ന സ്ഥാനം, ഇന്ന ബിസിനസ്, ഇന്ന സംഗതി ഒക്കെ ഇങ്ങനെ പറഞ്ഞ് അവൻ്റെ ആത്മപ്രശംസ നടത്തുന്ന ആളുകൾ, അത് നമ്മൾ സ്വന്തം പാടില്ല, മറ്റൊരാളെ പുകഴ്ത്താനും പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ ആളുകൾ മുതഫൈഹിഖൂൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതൻ, ആദ്യം നിങ്ങൾ പറഞ്ഞ 2 പേര് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ മുതഫൈഹിഖൂൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് അഹങ്കാരികളാണ്. ആര്? അഹങ്കാരികളെ അള്ളാഹുവിന് ക്ഷമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരത്തെ പറഞ്ഞ 2 കൂട്ടരെ പോലെ തന്നെ പരലോകത്ത് ഏറ്റവും വെറുപ്പും പ്രവാചകനുമായിട്ട് ഏറ്റവും
അകലം പ്രാപിക്കുന്നവരുമായിരിക്കും അവർ എന്ന് ആ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അവസാനമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഈ ഹദീസ് നിങ്ങൾ കേൾക്കൂ. അവിടുന്ന് പറഞ്ഞു, അന സഈമുൻ ബി ബൈത്തിൻ. നോക്കൂ, ഒരു വീട് വാങ്ങിച്ചു തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇവിടെ ഫി റബദിൽ ജന്ന, സ്വർഗത്തിൻ്റെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു മൂലയിൽ ഒരു വീട് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ആർക്ക്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലിമൻ തറക്കൽ മിറാ. ആർക്കാണെന്നറിയോ? മിറാ, തർക്കം ഉപേക്ഷിക്കുന്നവന്. മനസ്സിലായില്ലേ? തർക്കം. വൈൻകാന മുഹിഖൻ, അവൻ സത്യത്തിന് വേണ്ടി വാദിക്കുന്നവനാണെങ്കിലും സത്യത്തിന് വേണ്ടി നിലപാടെടുക്കുന്നവനാണെങ്കിലും അതിനുവേണ്ടി സംവാദം നടത്തുന്നവനാണെങ്കിലും ഒരു തർക്കം വേണ്ട എന്ന് കരുതി അത് ഒഴിവാക്കി മാറി നിൽക്കുന്നവന് സ്വർഗത്തിൽ ഒരു വീട് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ ബാധ്യത ഏറ്റെടുക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കിയതിൻ്റെ ഒരു ഗൗരവം അല്ലേ? തർക്കാണല്ല കുഴപ്പമുണ്ടാക്കുന്നത്. തർക്കം വർദ്ധിക്കുമ്പോഴാണ് സ്പ്ലിറ്റ്, ഫിർക്കത്തുണ്ടാക്കുന്നത്, ഭിന്നിപ്പ്. കേട്ടോ, ഭിന്നിപ്പ് വർദ്ധിക്കുമ്പോഴാണ് അകൽച്ച ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കാണുന്ന എല്ലാ കുഴപ്പത്തിൻ്റെയും കാരണം അൽമിറ. എന്താണ്? തർക്കമാണ്. ഒരു മനുഷ്യന് സത്യം ബോധ്യപ്പെട്ടിട്ടും ആ വ്യക്തി തർക്കിക്കാൻ വരുന്നുവെങ്കിൽ നിങ്ങൾ അവനോട് തർക്കിക്കാൻ പാടില്ല എന്നാണ് ആരുടെ നിലപാട്? ഇസ്ലാമിൻ്റെ നിലപാട് അങ്ങനെയാണ്. അതുകൊണ്ട് തർക്കം ഒഴിവാക്കുന്നവന് ഞാൻ സ്വർഗത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു റബൽ, കേട്ടോ, ഫി റബലിൽ ജന്ന, ഒരു ഭാഗത്ത് ഒരു വീട് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് അവിടുന്ന് പറഞ്ഞു വബി ബൈത്തിൻ. നോക്കൂ, അതേപോലെ തന്നെ ഒരു വീട് ഫി വസ്തിൽ ജന്ന, സ്വർഗത്തിൻ്റെ നടുവിൽ മധ്യത്തിൽ. ആർക്ക്? ലിമൻ തറക്കൽ കദിബ. ആയിരിക്കാം? കളവ് ഉപേക്ഷിക്കുന്നവന്. വൈൻകാന മാസിഹ, അത് തമാശക്കാണെങ്കിലും. അങ്ങനെ ഉണ്ടല്ലോ അല്ലേ, ചിരിപ്പിക്കാൻ വേണ്ടി തമാശ പറഞ്ഞ് ആ തമാശയ്ക്ക് ഒരുപാട് കളവുകൾ വരിക. അങ്ങനെ തമാശയ്ക്ക് വേണ്ടിയെങ്കിലും കളവ് ഒഴിവാക്കുന്നവന്, ശ്രദ്ധിക്കണം കേട്ടോ, തമാശയ്ക്ക് വേണ്ടിയെങ്കിലും കളവ് പറയാതെ ഒഴിവാക്കുന്നവന് സ്വർഗത്തിൻ്റെ മധ്യത്തിൽ ഒരു വീട് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാനിതാ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. അവസാനം ഇങ്ങനെ പറഞ്ഞു, വബി ബൈത്തിൻ ഫി അയലൽ ജന്ന, സ്വർഗത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ ഉന്നതമായ ഒരിടത്ത് ഒരു വീട് വാങ്ങിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഞാൻ ഏറ്റെടുക്കുന്നു. ആർക്ക്? ലിമൻ ഹസൂന ഹുലുഖഹു, സ്വഭാവം നന്നാക്കിയവന്, അഥവാ സൽസ്വഭാവിക്ക്. ഇതാണ് ഒരു സൽസ്വഭാവിയായാൽ ഉള്ള നേട്ടം, മഹത്വം എന്നുകൂടി നമ്മൾ അറിയുക. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും നമ്മെ കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത നമ്മുടെ പ്രവർത്തനവും നിലപാടും സംസാരവും മറ്റുള്ളവർക്ക് അരോചകമാകാത്ത വിധം പരമാവധി അത് കുടുംബത്തോട്, ഭാര്യ മക്കളോട്, മാതാപിതാക്കളോട്, ഒപ്പമുള്ളവരോട്, കൂടെ ജോലി ചെയ്യുന്നവരോട്, ഇടപെടുന്ന മേഖലയിൽ സംഘടനാ രംഗത്ത്, പാർട്ടി രംഗത്ത്, മതരംഗത്ത്, സാമൂഹിക രംഗത്തൊക്കെ നല്ല സ്വഭാവം. ഏറ്റവും നല്ലത് വർത്തമാനം പരമാവധി കുറക്കുക, പറയുന്നത് നല്ല വാക്ക് പറയുക, തർക്കം വരുമ്പോൾ മാറി നിൽക്കുക. ഈ നിലക്ക് നമ്മൾ മുന്നോട്ട് പോയാൽ അൽഹംദുലില്ലാ നല്ലൊരു വ്യക്തിത്വം അടയാളപ്പെടുത്താൻ നമുക്കും സാധിക്കും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا. اللهم ارحمنا وارحم موتانا يا رب العالمين. اللهم اشف أمراضنا واشف مرضى المسلمين. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.